ഹായ് ഫ്രണ്ട്സ്, പവർ ടെക് ഫോർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ MCB ട്രിപ്പായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിക്കാണ്ട് ഇൻഡിക്കേറ്റർ കത്തിക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത് കാണിക്കാനും വേണ്ടിയിട്ട് 6 ആംസിൻ്റെ MCB എടുത്തിട്ടുണ്ട്. സിംഗിൾ പോള് 6 ആംസിൻ്റെ 220 240 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന റീലേ എടുത്തിട്ടുണ്ട്. ഈ റീലേയിൽ വയർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് സപ്ലൈ കൊടുക്കാനുള്ള ഭാഗം ഉണ്ടാവുക. ഈ റീലേൻ്റെ കോയിൽ വർക്ക് ചെയ്യുന്നത് 240 220 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ റീലേൻ്റെ കോയിൽ വർക്ക് ആവുക. ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ റീലേ വഴിയാണ് ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുക. ഈ റീലേൻ്റെ വർക്കിംഗ് സപ്ലൈ കൊടുത്തൊന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്കൊന്ന് സപ്ലൈ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ റീലേയിൽ 2 NC 2 NO ആയിക്കാരം ഉണ്ടാവുക. ഇതിൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ NO മാറും. സപ്ലൈ ഇല്ലാതെ ഇരുന്നാൽ NCയിലേക്ക് മാറും ചെയ്യും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഈ റിലേയിൽ കോമണിൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ NOക്കും NCക്കും സപ്ലൈ കിട്ടുള്ളൂ. ഈ റീലേൻ്റെ വർക്കിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കണേ. ഇനി ഈ റീല MCBയിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ നോക്കാം. ഇനി ഇതിൻ്റെ കണക്ഷൻ ചെയ്യാം. ഇൻഡിക്കേറ്ററിന് ഞാൻ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വയറിൻ്റെ എൻഡിൽ ഞാൻ ഒരു സോക്കറ്റും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റിലേയിൽ കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇൻഡിക്കേറ്ററിൻ്റെ വയർ റിലേയിൽ NCയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിലേയിൽ കോമണിൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിക്കേറ്ററിലുള്ള സപ്ലൈ കിട്ടും. റിലേയിൽ കോയിലിലെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ A1ലും A2ലും സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്ററിലെ സപ്ലൈ കട്ടാവുകയും ചെയ്യും. അതായത് കോയിൽക്ക് സപ്ലൈ കയറി കഴിഞ്ഞാൽ NOയിലേക്ക് മാറും ചെയ്യും. റിലേയിലത്തെ കോയിലത്തെ സപ്ലൈ കട്ടായി കഴിഞ്ഞാൽ NCത്തെ സപ്ലൈ NOയിലേക്ക് മാറും ചെയ്യും. ഇതിലൊന്ന് സപ്ലൈ കൊടുത്തൊന്ന് കാണിച്ചു തരാം. ഇതിൽ ഈ ബ്ലാക്ക് ടാപ്പ് അടിച്ചതാണ് ഇതിൻ്റെ കോമൺ വയർ. ഈ 2 വയർ A1ഉം A2ഉം സപ്ലൈ കൊടുക്കാനുള്ള വയർ. ആദ്യം റിലേയിൽ കോമണിൽ മാത്രം സപ്ലൈ കൊടുത്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോമണിൽ മാത്രം സപ്ലൈ കൊടുത്തപ്പോൾ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ഉണ്ട്. ഇനി റിലേൻ്റെ കോയിലിൽ ഒന്ന് സപ്ലൈ കൊടുത്തു നോക്കാം. അപ്പോൾ ഇൻഡിക്കേറ്ററിലുള്ള സപ്ലൈ കട്ടായി. ഇത് ഇനി MCBയിൽ എങ്ങനെ കണക്ട് ചെയ്യൽ എന്ന് ഇനി നമുക്ക് നോക്കാം. 6 ആംസിൻ്റെ MCBയിൽ ഞാൻ ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൾബിൻ്റെ ഫേസ് വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിലേൻ്റെ കോയിലത്തെ വയർ ഫേസ് വയർ A1 വയർ, അതായത് MCBൻ്റെ ഔട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബൾബ് കൊടുത്ത ആ ഫേസ് വയർ തന്നെ റിലേൻ്റെ വയറും കൊടുത്തിട്ടുണ്ട്. റിലേൻ്റെ ന്യൂട്രൽ വയറും ബൾബിൻ്റെ ന്യൂട്രൽ വയറും കോമൺ ആയിക്കാണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ റിലേക്കുള്ള കോയിൽക്കുള്ള സപ്ലൈ ഈ MCB വഴി ആയിരിക്കും പോവുക. MCB ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ റിലേക്കുള്ള സപ്ലൈ കട്ടാവും. അപ്പോൾ കോമൺ കൂടെ ഇൻഡിക്കേറ്റർ തെളിയും. ഇനി ഇതൊന്ന് സപ്ലൈ കൊടുത്തുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കണക്ഷൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കണേ. ആദ്യം റിലേക്കുള്ള കോമണത്തെ സപ്ലൈ ആണ് ഓണാക്കിയത്. അപ്പോൾ ഇൻഡിക്കേറ്റർ തെളിഞ്ഞു. ഇനി MCBക്കുള്ള സപ്ലൈയും ഓണാക്കി നോക്കാം. MCBക്കുള്ള സപ്ലൈ ഓണാക്കിയപ്പോൾ ഇൻഡിക്കേറ്റർ കട്ട് ഓഫായി. MCB ഓഫാക്കിയപ്പോൾ ഇൻഡിക്കേറ്റർ തെളിഞ്ഞു. MCB ഓണാക്കിയപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫായി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ മനസ്സിലായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.